ഹൈ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാനോ വയേഴ്സ് എന്ന പാർട്ടാണ്. നമുക്കിതിൽ നോക്കേണ്ടതെന്ന് വെച്ചാൽ നാനോ വയേഴ്സ് എന്താണെന്നും പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ്, പിന്നെ നാനോ വയേഴ്സിൻ്റെ സിന്തസിസും പിന്നെ അതിൻ്റെ അപ്ലിക്കേഷനാണ്. അതായത് നാനോ വയർ എന്നാൽ എന്താണ്? ഒരു തിന്നായിട്ടുള്ളൊരു വയറാണ്. അതായത് എന്താ പറയുക, നാനോ വയേഴ്സ് ആ മൈക്രോസ്കോപ്പിക് വയർ, വളരെ തിന്നായിട്ടുള്ളൊരു വയറാണ്. പിന്നെ ഇതിൻ്റെ വിഡ്ത്തിലാണ് എന്ത് ചെയ്യുന്നത്? നാനോ സ്കെയിലിൽ ഡയമെൻഷൻ പറയുന്നത്. അതായത് ഇതിൻ്റെ വിഡ്ത്ത് എന്നത് എന്താണ്? എറൗണ്ട് 40 to 50 നാനോമീറ്റർ സ്കെയിലാണ്. ഓക്കെ. പിന്നെ ഇതിൻ്റെ ലെങ്ത്തിലൊരു ലിമിറ്റേഷൻസ് ഒന്നും പറയുന്നില്ല. അതായത് ലെങ്ത്ത് നമുക്ക് എന്താക്കാം, കുറയ്ക്കാനും കൂട്ടാനും സാധിക്കും. അതായത് നാനോ വയേഴ്സിൻ്റെ ഒരു പാർട്ട് എടുത്തിട്ട് അതിൻ്റെ എൻഡിൽ മറ്റൊരു വയേഴ്സ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതായത് ക്ലബ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ലെങ്ത് കൂട്ടാൻ സാധിക്കും. ഓക്കെ. പിന്നെ നാനോ ടെക്നോളജിൻ്റെ അപ്ലിക്കേഷൻസിനും അതേപോലെ നാനോ സയൻസിൻ്റെ സ്റ്റഡീസിനും നമ്മൾ എന്താക്കും, നാനോ വയേഴ്സ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നാനോ ടെക്നോളജീൻ്റെ അപ്ലിക്കേഷൻസിനെ കുറിച്ച് പഠിക്കാനും അതേപോലെ നാനോ സയൻസിൻ്റെ സ്റ്റഡീസിനും നമ്മൾ നാനോ വയേഴ്സ് കോമൺ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. എന്തുകാരണം നമ്മൾ വിഡ്ത്തിലാണ് എന്ത് ചെയ്യുന്നത്, നാനോ വയേഴ്സിൻ്റെ ഡയമെൻഷൻ എടുക്കുന്നത്. അതായത് നാനോ വയേഴ്സിൻ്റെ വിഡ്ത്ത് അറൗണ്ട് 40 to 50 നാനോമീറ്റർ. പിന്നെ ലെങ്ത്തിൽ എന്തില്ല, ഒരു ലിമിറ്റേഷൻസ് ഒന്നുമില്ല. പിന്നെ ഇവിടെ നാനോ വയേഴ്സ് നാനോ സയൻസിൻ്റെ സ്റ്റഡീസിന് എന്തിനാണ് ഉപയോഗിക്കുന്നതിൻ്റെ കാരണമാണ് പറയുന്നത്. നമുക്കതിൻ്റെ കാരണം നോക്കാം. അതായത് ബിക്കോസ് their unique density of electronic states, പിന്നെ നാനോ വയേഴ്സ് ഇൻ ദ ലിമിറ്റ് ഓഫ് സ്മോൾ diameters are expected to exhibit significantly different optical and electrical magnetic property from their bulk 3D crystalline counterpart. ഓക്കെ. പിന്നെ നാനോ വയറിൻ്റെ ഡയമീറ്റർ എന്താ നമ്മൾ പറഞ്ഞു? അതായത് വിഡ്ത്ത് നമ്മൾ എന്താ പറഞ്ഞത്? വിഡ്ത്ത് അറൗണ്ട് 40 to 15 നാനോമീറ്റർ. അങ്ങനെ ഡയമീറ്റർ ഓഫ് നാനോ വയർ റേഞ്ചസ് ഫ്രം സിംഗിൾ ആറ്റം ടു എ ഫ്യൂ ഹൺഡ്രഡ്സ് ഓഫ് നാനോമീറ്റർ. ലെങ്ത് എന്താ ചെയ്യുന്നത്? വാരീസ് ഫ്രം ഫ്യൂ ആറ്റം ടു മെനി മൈക്രോൺസ്. ഓക്കെ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടൈപ്സ് ഓഫ് നാനോ വയർ. ഫസ്റ്റ് വണ്ണാണ് എന്ത്? മെറ്റാലിക് നാനോ വയർ. മെറ്റാലിക് നാനോ വയർസിൻ്റെ എക്സാമ്പിളാണ് എന്ത്? നിക്കൽ, പിന്നെ പ്ലാറ്റിനം ആൻഡ് ഗോൾഡ് നാനോ വയേഴ്സ്. ഇതാണ് എന്ത്? മെറ്റാലിക് നാനോ വയേഴ്സ്. നെക്സ്റ്റ് ടൈപ്പ് നമുക്ക് നോക്കാം, സെമി കണ്ടക്റ്റിംഗ് നാനോ വയേഴ്സ്. സെമി കണ്ടക്ടർ നമുക്കറിയാം, സിലിക്കൺ, ജർമ്മനിയാണെന്ത് സെമി കണ്ടക്ടർ. അതേപോലെ തന്നെ ഇവിടെ എന്താണ് സെമി കണ്ടക്റ്റിംഗ് നാനോ വയേഴ്സ് പെടുന്നതാണ് ഇതൊക്കെ? സിലിക്കൺ, പിന്നെന്താണ് ഇൻഡിയം ഫോസ്ഫൈഡ് നാനോ വയർ, പിന്നെ ഗാലിയം നൈട്രൈഡ് ആണ് ഗാലിയം നൈട്രൈഡ് നാനോ വയർസ്. അതായത് സെമി കണ്ടക്ടർ നാനോ വയർ ഏതൊക്കെയാണ്? സിലിക്കൺ, ഇൻഡിയം ഫോസ്ഫൈഡ് നാനോ വയർ ആൻഡ് ഗാലിയം നൈട്രൈഡ്സ് നാനോ വയർ. നെക്സ്റ്റ് ടൈപ്പാണ് എന്ത്? ഇൻസുലേറ്റിംഗ് നാനോ വയർ. ഇൻസുലേറ്റിംഗ് നാനോ വയേഴ്സിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? സിലിക്കൺ ഡയോക്സൈഡ്, പിന്നെ എന്താണ് ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് എന്ത്? ഇൻസുലേറ്റിംഗ് നാനോ വയേഴ്സിൻ്റെ എക്സാമ്പിൾസ്. ഓക്കെ. നെക്സ്റ്റ് ആണ് എന്ത്? മോളിക്കുലാർ നാനോ വയർ. അതായത് മോളിക്കുലാർ നാനോ വയേഴ്സ് ആർ കമ്പോസ്ഡ് ഓഫ് റിപ്പീറ്റിംഗ് മോളിക്കുലാർ യൂണിറ്റ്, ഐദർ ഓർഗാനിക് ഓർ ഇനോർഗാനിക്. അതായത് ഓർഗാനിക്കോ അല്ലെങ്കിൽ ഇനോർഗാനിക് ആയിട്ടുള്ള റിപ്പീറ്റിംഗ് യൂണിറ്റ് ആണ് എന്ത്? അതായത് മോളിക്കുലാർ യൂണിറ്റ്സ് ആണ് എന്ത്? മോളിക്കുലാർ നാനോ വയേഴ്സിൽ പെടുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾ എന്ത്? ലിഥിയം ഡയോക്സൈഡ്, പിന്നെ Li2MO6 Se6. ഓക്കെ.
ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് അഡ്വാൻറ്റേജ് ഓഫ് നാനോ വയർ. അഡ്വാൻറ്റേജസ് നോക്കാം. അതായത് നാനോ വയേഴ്സ് നമുക്ക് എന്താക്കാം, നാനോ വയേഴ്സ് ഡിവൈസ് ക്യാൻ ബി അസംബിൾഡ് ഇൻ റേഷണൽ ആൻഡ് പ്രഡിക്റ്റബിൾ വേസ്. ഇതിന് കാരണം എന്താണ്, നാനോ വയേഴ്സ് നമുക്ക് എന്താക്കാം, പ്രിസൈസ്ലി കൺട്രോൾഡ് ഡ്യൂറിങ് സിന്തസിസ്. നെക്സ്റ്റ് എന്താണ്, ഇതിൻ്റെ കെമിക്കൽ ഡെപ്പോസിഷനാണ്, പിന്നെ ഡയമീറ്റർ, പിന്നെ ലെങ്ത്, ദെൻ ഡോപ്പിംഗ് ഓർ ഇലക്ട്രോണിക് പ്രോപ്പർട്ടിയാണ് എന്ത് ഇതിൻ്റെ നാനോ വൈസിൻ്റെ അഡ്വാൻറ്റേജസ്. അതായത് എന്ത് പറഞ്ഞു, നാനോ വൈസ് ഡിവൈസ് ക്യാൻ അസംബിൾഡ് ഇൻ എ റേഷണൽ ആൻഡ് പ്രഡിക്റ്റബിൾ. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുൻകൂട്ടിയുള്ള, അതായത് നാനോ വൈസ് ക്യാൻ ബി പ്രിസൈസ്ലി കൺട്രോൾ ഡ്യൂറിങ് സിന്തസിസ്. പിന്നെ എന്താണ്, ഇതിൻ്റെ കെമിക്കൽ ഡെപ്പോസിഷനാണ്, പിന്നെ ഡയമീറ്റർ, ലെങ്ത്, ഡോപ്പിംഗ് ഓർ ഇലക്ട്രോണിക് പ്രോപ്പർട്ടീസ്. ഓക്കെ, നമുക്കിനി നാനോ വയറിൻ്റെ സിന്തസിസ് നോക്കാം. അതായത് സിന്തസിസ് ഓഫ് നാനോ വയേഴ്സ്. 1D നാനോ വയറിൻ്റെ ഡെവലപ്മെൻറ്റ് എന്താണ്, ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അതായത് ഡെവലപ്മെൻറ്റ് ഓഫ് 1D സ്ട്രക്ചർ ഫോർ ലോങ് ഇൻഡർഡ് ബൈ ഡിഫിക്കൽറ്റി അസോസിയേറ്റഡ് വിത്ത് സിന്തസിസ് ആൻഡ് പിന്നെ അതിൻ്റെ ഫാബ്രിക്കേഷൻ. അതായത് ഡയമെൻഷൻ കൺട്രോൾ, അതേപോലെ മോർഫോളജി, ദെൻ കെമിക്കൽ കോമ്പോസിഷൻ്റെ ബേസിൽ എന്താണ് 1D ഒരു ഡിഫിക്കൽറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. Then it can be fabricated using a number of advanced nanolithography techniques. ഏതൊക്കെയാണ്, ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫി, ദെൻ ഫോക്കസ്ഡ് അയൺ ബീം, ദെൻ എക്സ്റേ, എസ്ട്രോം UV ലിത്തോഗ്രാഫി. നെക്സ്റ്റ് എന്ന് വെച്ചാൽ അൺകൺവെൻഷണൽ മെത്തേഡ്സിൽ, അതായത് അൺകൺവെൻഷണൽ മെത്തേഡ്സ് മൈറ്റ് പ്രൊവൈഡ് ആൾട്ടർനേറ്റീവ് അപ്രോച്ച് ഇൻ ടേംസ് ഓഫ് കോസ്റ്റ്, പിന്നെ ത്രൗട്ട്, പിന്നെ ഹൈ വാല്യൂ പ്രൊഡക്ഷൻ. ദെൻ ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് യൂസ്ഡ് ഇൻഡിവിജ്വൽ ബിൽഡിംഗ് ബ്ലോക്സ് ടു ഫാബ്രിക്കേറ്റ് ഇൻക്രീസിങ് കോംപ്ലക്സ് സ്ട്രക്ചർ. അതായത് കോംപ്ലക്സ് സ്ട്രക്ചർ, അതായത് ഫാബ്രിക്കേറ്റർ ഇൻക്രീസിങ് കോംപ്ലക്സ് സ്ട്രക്ചർ അനുസരിച്ച് എന്താവും, ഡിഫറെൻറ്റ് സ്ട്രാറ്റജി യൂസ് ചെയ്യും. ദെൻ ചലഞ്ചിങ് പ്രോസസ്, പിന്നെ ലോ ഡിവൈസ് ടു ഡിവൈസ് റീപ്രൊഡക്റ്റിവിറ്റി. പിന്നെ പറഞ്ഞെന്ന് വെച്ചാൽ ഡെവലപ്പിംഗ് സ്റ്റേജിൻ്റെ, അതായത് അലൈൻമെൻറ്റ് ഈസ് ക്രിട്ടിക്കൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർ developing device. Okay, നാനോ വൈസിൻ്റെ സിന്തസിസിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഫസ്റ്റ് വൺ എന്ത്, ലിത്തോഗ്രാഫി, നമ്മൾ മുന്നേ കേട്ടിട്ടുണ്ടാവും. ദെൻ ലിത്തോഗ്രാഫി ഈസ് യൂസ്ഡ് ഡ്യൂറിങ് ദ നാനോ ഫാബ്രിക്കേഷൻ ഓഫ് സെമി കണ്ടക്ടർ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഫോർ നാനോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം, അതായത് NEMS, അല്ലെങ്കിൽ എന്താണ്, ഓർ ഫോർ ഓൾമോസ്റ്റ് എനി അതർ ഫണ്ടമെൻ്റൽ ആപ്ലിക്കേഷൻ അക്രോസ് വേരിയസ് സയൻറ്റിഫിക് ഡിസിപ്ലിൻ ഇൻ നാനോ റിസർച്ച്. അടുത്ത മെത്തേഡ് എന്ത്, സ്പോണ്ടാനിയസ് ഗ്രോത്ത്. അതായത് അനൈസോട്രോപിക് ഗ്രോത്ത് ഈസ് റിക്വയർഡ് ഇൻ സ്പോണ്ടാനിയസ് ഗ്രോത്ത്. അതേപോലെ ക്രിസ്റ്റൽ ഗ്രോത്ത് പ്രൊസീഡ് അലോങ് വൺ ഡയറക്ഷൻ വേർ ആസ് ദർ ഈസ് നോ ഗ്രോത്ത് അലോങ് അതർ ഡയറക്ഷൻ. അതായത് ഒരു ഡയറക്ഷനിൽ മാത്രമാണ് എന്ത് ഗ്രോത്ത് ഉണ്ടാവുക, മറ്റു ഡയറക്ഷനിലൊന്നും ഉണ്ടാവില്ല, ഗ്രോത്ത് ഉണ്ടാവില്ല. പിന്നെ എന്തായിരിക്കും, സ്പോണ്ടാനിയസ് ഗ്രോത്തിൽ യൂണിഫോംലി സൈസിൽ നാനോ വൈസ് ആയിരിക്കും. ഇവിടെ സ്പോണ്ടാനിയസ് ഗ്രോത്ത് തന്നെ വരുന്ന മെത്തേഡാണ് എന്ത്, അതായത് സ്പോണ്ടാനിയസ് ഗ്രോത്ത് നടക്കുന്ന സ്റ്റെപ്സാണ് എനിക്ക് പറയാൻ പോകുന്നത്. ഇവാപ്രേഷൻ, കണ്ടൻസേഷൻ. അതായത് എന്താക്കും, ഇവാപ്രേഷൻ കണ്ടൻസേഷൻ എന്താ ചെയ്യുന്നത്, വാപ്രൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും,
കണ്ടൻസ് ചെയ്യും. ദെൻ എന്താ ആയി മാറും? വേപ്പർ ടു സോളിഡിലേക്ക് മാറും. അതായത് ഇറ്റ് ഈസ് റെഫേർഡ് ടു ആസ് വേപ്പർ ടു സോളിഡ് ടെക്നിക്സ്. Nanowires and nanorods are grown by this method are commonly single crystals with fewer imperfection. മറ്റേ അപേക്ഷിച്ച് എന്താണ്? ഇംപെർഫെക്ഷനിലും കാണാം. പിന്നെ അതേപോലെ തന്നെ എന്താണ്? നാനോ വൈസിൻ്റെ അതേപോലെ നാനോ റോഡ്സും ഏത് വഴിയാണ് ഉണ്ടാക്കുന്നത്? ഇവാപ്പറേഷൻ കണ്ടൻസേഷൻ മെത്തേഡ് വഴിയാണ്. ദ ഫോർമേഷൻ ഓഫ് നാനോ വയേഴ്സ് ഓർ നാനോ റോഡ്സ് ഈസ് ഡ്യൂ ടു അനൈസോട്ടോപ്പിക് ഗ്രോത്ത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറഞ്ഞത്. സ്പോണ്ടേനിയസ് ഗ്രോത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞ് ഇനി അതിൽ വരുന്നത് നെക്സ്റ്റ് എന്താണെന്ന്? ഡിസൊല്യൂഷൻ, കണ്ടൻസേഷൻ. ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. The growth species first dissolved into a solvent or a solution. That is, dissolve ചെയ്യും സോൾവെൻറ്റിൽ അല്ലെങ്കിൽ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യും. ആൻഡ് ദെൻ ഡിഫ്യൂസ് ത്രൂ ദ സോൾവെൻറ്റ് ഓർ സൊല്യൂഷൻ ആൻഡ് ഡെപ്പോസിറ്റ് ഓൺ ടു ദ സർഫേസ്, resulting in the growth of nanorods or nanowire. അതായത് സോൾവ് ചെയ്ത ശേഷം എന്താക്കും? ഡിഫ്യൂസ് ചെയ്യും. ദെൻ എന്താക്കും? ഡെപ്പോസിറ്റ് ചെയ്യും ഇവിടെ സർഫേസ്. ദെൻ വി ഗെറ്റ് nanorods or nanowires. പിന്നെ ഈ മെത്തേഡിലെ നാനോവൈസ്, അതായത് ദ നാനോവൈസ് ഇൻ ദിസ് മെത്തേഡ് ക്യാൻ ഹാവ് എ മീൻ ലെങ്ത് ഓഫ് less than 500 nanometers and mean diameter approximately equal to എന്താണ്? 16 nanometer. ഇനി അടുത്ത തേർഡ് സ്റ്റേജാണ്, അതായത് തേർഡ് പ്രോസസ്സാണ് എന്ത്? വേപ്പർ ലിക്വിഡ് സോളിഡ് ഗ്രോത്ത്. ഓക്കെ, അതെന്താണ്? വേപ്പർ ലിക്വിഡ് സോളിഡ് ഗ്രോത്ത്. അതായത് എന്താണ്? പേര് പറയുമ്പോൾ എന്താണ്? വേപ്പർ ലിക്വിഡ്, അതായത് വേപ്പർ ലിക്വിഡ് സോളിഡ് ഗ്രോത്ത്. എ സെക്കൻഡ് phase material or commonly referred to as catalyst is introduced to direct and confine the crystal growth on a specific orientation and within a confined area. The catalyst forms a liquid droplet by itself, act as a trap for growth species. The growth species is evaporated first and then diffused and dissolved onto a liquid droplet. Okay. പിന്നെ എന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് precipitated at the interface between the substrate and the liquid. Okay, അതായത് precipitated ഏരിയയാണ് ഇൻ്റർഫേസ് ചെയ്യുന്നത് ബിറ്റ്വീൻ സബ്സ്ട്രേറ്റ് ആൻഡ് ദ ലിക്വിഡ്. ഓക്കെ, അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ്റെ നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ പോലെ എന്താവും? Growth species in the catalyst droplets subsequently precipitate at the growth surface, resulting one directional growth. അത് നമ്മൾ പറഞ്ഞ കാറ്റലിസ്റ്റ് ഉണ്ട്, അതായത് സബ്സ്ട്രേറ്റ് ഉണ്ട്. പിന്നെ എന്താണ്? ഇതിൻ്റെ വേപ്പർ എന്താകും? ലിക്വിഡിലേക്ക് ഇതാവും. ദെൻ അവിടെ എന്താക്കും? ഒരു സർഫേസിൽ ഗ്രോത്ത് സംഭവിക്കും. ഈ ഗ്രോത്തിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? വൺ ഡയറക്ഷൻ, അല്ലെങ്കിൽ സിംഗിൾ ഡയറക്ഷനിലേക്ക് മാത്രമേ എന്താവുള്ളൂ? ഇതിൻ്റെ ഗ്രോത്ത് ഉണ്ടാവും. ഇപ്പം പറഞ്ഞതാണ് മെത്തേഡ്. ലാസ്റ്റ് പറഞ്ഞ മെത്തേഡ് ഏതായിരുന്നു? ഇതൊക്കെ എയിൽ വരുന്നതായിരുന്നു സ്പോണ്ടാനിയസ് ഗ്രോത്തിന്. ദെൻ അതിൻ്റെ മുന്നേ പറഞ്ഞ മെത്തേഡ് ഏതായിരുന്നു? ലിത്തോഗ്രാഫി.
സ്പോണ്ടാനിയസ് ഗ്രോത്തിൽ വരുന്നതാണ് ഇതൊക്കെ ഇവാപ്പറേഷൻ, കണ്ടൻസേഷൻ, പിന്നെ ഡെസൊല്യൂഷൻ, കണ്ടൻസേഷൻ, പിന്നെന്താണ് ഡിസൊല്യൂഷൻ, കണ്ടൻസേഷൻ, പിന്നെന്താണ് വേപ്പർ, ലിക്വിഡ്, സോളിഡ് ഗ്രോത്ത്. അതായത് വേപ്പറിന് എന്താക്കും ഒരു സോൾവെൻറ്റ്, ദെൻ എന്താക്കും സർഫേസിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകും. ദെൻ ഗ്രോത്ത് ഡയറക്ഷൻ എന്താണ് സിംഗിൾ ഡയറക്ഷൻ അല്ലെങ്കിൽ വൺ ഡയറക്ഷനാണ്. സ്പോണ്ടേനിയസ് ഗ്രോത്തിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടെംപ്ലേറ്റ് ബേസ്ഡ് സിന്തസിസ്. എന്താണെന്ന് നോക്കാം. നമ്മൾ സാധാരണ ജനറലായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് എന്ത് ടെംപ്ലേറ്റ് ബേസ്ഡ് സിന്തസിസ് മെത്തേഡ്. അതായത് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫാബ്രിക്കേഷൻസ് ഓഫ് നാനോ റോഡ്, പിന്നെ നാനോ വയർസ് ആൻഡ് നാനോ ട്യൂബ്സ് ഓഫ് പോളിമർ, മെറ്റൽ, സെമി കണ്ടക്ടർ ആൻഡ് ഓക്സൈഡ്. അതായത് നാനോ വയറിൻ്റെയും അതേപോലെ നാനോ റോഡിൻ്റെയും പോളിമേഴ്സ് ഉണ്ടാക്കും, അതേപോലെ മെറ്റൽസ്, പിന്നെ സെമി കണ്ടക്ടർ ആൻഡ് ഓക്സൈഡ്. Then some porous membrane with nano size channels are used as template from conduct the growing of nanowire. Then ഇതിൻ്റെ പോർസ് ഉണ്ടാകുന്ന കാണിക്കില്ല. ഈ പോർസ് സൈസ് എന്താണ്? സൈസ് varies from 10 നാനോമീറ്റർ to 100 മില്ലിമീറ്റർ വരെ വേരി ചെയ്യും. ഓക്കെ, ഇനി ടെംപ്ലേറ്റ് ബേസ്ഡ് സിന്തസിസിൽ വരുന്ന സ്റ്റെപ്സ് ആണ് എന്തൊക്കെ? ഇലക്ട്രോ കെമിക്കൽ ഡെപ്പോസിഷൻ, ദെൻ നെക്സ്റ്റ് പറഞ്ഞാണ് എന്ത് ഇലക്ട്രോ ഫോററ്റിക് ഡെപ്പോസിഷൻ. ദെൻ നമുക്ക് എന്ത് ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം, അതായത് ഇലക്ട്രോ കെമിക്കൽ ഡെപ്പോസിഷൻ. The electrochemical deposition includes negative and positive templates. It is a self-propagating process. This method can be understood as a special electrolysis resulting in the deposition of material on an electrode. Okay, then only applicable to electrically conductive materials like metals, alloys, semiconductors and electrical conductive polymers. അതായത് എന്താണ് ഇലക്ട്രോ കെമിക്കൽ ഡെപ്പോസിഷൻസ് ഏതൊക്കെ കേസിനാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? മെറ്റൽസിൻ്റെയും അതേപോലെ അലോയ്സിൻ്റെയും സെമി കണ്ടക്ടേഴ്സിൻ്റെയും പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്റ്റിംഗ് പോളിമേഴ്സിൻ്റെ കേസിൽ മാത്രമാണ്. അതാണ്. പിന്നെ ഇതെന്താണ് ഇലക്ട്രോ കെമിക്കൽ ഡെപ്പോസിഷൻ എന്താണ്? അല്ല, ഇലക്ട്രോ കെമിക്കൽ ഡെപ്പോസിഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഏതൊക്കെയാണ്? നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ടെംപ്ലേറ്റ്സ്. പിന്നെ അതിൻ്റെ പ്രോസസ്സ് പറഞ്ഞു. അതായത് എന്താ പ്രോസസ്സ് എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ സെൽഫ് പ്രൊപ്പഗേറ്റിംഗ് പ്രോസസ്. ദിസ് മെത്തേഡ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് സ്പെഷ്യൽ ഇലക്ട്രോളിസിസ്. അതായത് അതുകൊണ്ടാണ് എന്ത് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ ഡെപ്പോസിഷൻ. ദെൻ ഇലക്ട്രോളിസിസ് റിസൾട്ടിങ് ഇൻ ദ ഡെപ്പോസിഷൻ ഓഫ് സോളിഡ് മെറ്റീരിയൽ ഓൺ എ ഇലക്ട്രോഡ്സ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഇലക്ട്രോ ഫോററ്റിക് ഡെപ്പോസിഷൻ. ഇതെന്താണ് ഇലക്ട്രോ കെമിക്കൽ ഡെപ്പോസിഷൻ മെത്തേഡ്? എന്താണ് ഡിഫറെൻ്റ് ആണ്. അതായത് ഇറ്റ് ഈസ് ഡിഫേഴ്സ് ഫ്രം ഇലക്ട്രോ കെമിക്കൽ ഡെപ്പോസിഷൻ ഇൻ സെവറൽ ആസ്പെക്ട്. ഓക്കെ, ദ ഡെപ്പോസിറ്റ് നീഡ് നോട്ട് ബി ഇലക്ട്രിക്കലി കണ്ടക്റ്റീവ്, particularly for oxide nanowires. അതായത് ഏതൊക്കെയാണ് ഓക്സൈഡ്? സിലിക്കൺ ഡയോക്സൈഡ്, പിന്നെ ടൈറ്റാനിയം ഡയോക്സൈഡ്, പിന്നെ ബിസ്മത്ത് ഡയോക്സൈഡ്, ദെൻ പിന്നെന്താണ് അല്ല ബിസ്മത്ത് ട്രയോക്സൈഡാണ്. ഓക്കെ, എക്സെട്ര.
ഇനി ഇതിൻ്റെ സ്റ്റെപ്പിൽ വരുന്നതാണ് ഏതൊക്കെ? ഓവർ ദ സർഫേസ് ഓഫ് നാനോ പാർട്ടിക്കിൾ develops an electric charge by some chemical techniques. This combination is typically called counter ion. Okay. After the application of external electric field, the particle will be in motion with respect to the electric field. It is called as electrophoric. Okay. The rest of technique is same as electrochemical deposition. ഇനി ഇതിൽ തന്നെ വരുന്നതാണ് എന്തൊക്കെയാണ്? ടെംപ്ലേറ്റ് ബേസിൽ തന്നെ വരുന്ന ബാക്കിയുള്ള മെത്തേഡാണ് ഏതൊക്കെ? colloid dispersion, melt or solution filling method, then conversion with chemical reaction. അങ്ങനെ നമുക്ക് സിന്തസിസിൻ്റെ ഒരു പാർട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് നാനോ വൈസിൻ്റെ അപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് നാനോ വൈസിൻ്റെ മെയിൻ അപ്ലിക്കേഷൻ ഏതാണ്? നാനോ ഇലക്ട്രോൺസ് ആണ് എന്ത് നാനോ വൈസിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ. നാനോ ഇലക്ട്രോൺസ് ഈസ് ദ മെയിൻ ആപ്ലിക്കേഷൻ ഓഫ് നാനോ വൈസ്. ദെൻ ഇത് ഏതിൽ ഉപയോഗിക്കുന്നത്? മെയിനായിട്ട് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ, നമുക്കറിയാം ഫെറ്റ്. ദെൻ കെമിക്കൽ ബയോളജിക്കൽ സെൻസറിൽ, പിന്നെ ഇതിൽ ഉപയോഗിക്കുന്നത് ലോജിക് ഗേറ്റിൽ ഉപയോഗിക്കും. പിന്നെ മാഗ്നറ്റിക് ഡിവൈസിൽ സാധാരണ നാനോ വൈസിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. മാഗ്നറ്റിക് ഡിവൈസ് ഒക്കെ എന്താണ്? നാനോ വൈസിൻ്റെ ആപ്ലിക്കേഷനാണ്. പിന്നെ സോളാർ സെല്ലിൽ, പിന്നെ ഡാറ്റ സ്റ്റോറേജ് ഓർ ട്രാൻസ്ഫറിൽ, പിന്നെ നമ്മളെ ബാറ്ററികളിൽ, അതേപോലെ ജനറേറ്റേഴ്സിൽ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നാനോ വൈസ്. പിന്നെ LEDസിൽ, പിന്നെ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ്, പിന്നെ ഹീറ്റ് പമ്പിങ് തെർമോ ഇലക്ട്രിക് ഡിവൈസ്. അതായത് നാനോ വയേഴ്സ്, പിന്നെ അതിൻ്റെ സിന്തസിസ് ആൻഡ് ആപ്ലിക്കേഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്തത്. ഇനി ഇത് നമുക്ക് ചിലപ്പോൾ ചില പാർട്ടായിട്ട് 1/10 ചോദിക്കും, പിന്നെ എസ്സേക്കും ചോദിക്കും. താങ്ക് യു ഫോർ ഓൾ.